മേടിച്ചാ പറഞ്ഞതെല്ലാം മേടിച്ചിട്ടുണ്ടാ? അല്ല മിഠായി മേടിച്ചാ? കേട്ടതന്നാണ് കഥയില്ല. അപ്പൊ മഴ പെയ്തപ്പോ എന്ത് ചെയ്ത്? അവക്ക് അപ്പൊ അറിയാലേ മഴയൊക്കെ പെയ്താ കേറി നിക്കണോന്ന്. പറഞ്ഞെല്ലാം മേടിച്ചിട്ടുണ്ടല്ലോ. നോക്കമ്മ വാ അമ്മേ പാല് ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. വാ ഹോർലിക്സിട്ട് പാല് കേട്ടോ. വാ ഞാൻ കുറച്ച് ബാറ്റ് ചെയ്യാം. എന്താണ് കളിക്കണേ? ഇവരെ കൂടെ ഭയങ്കര ശല്യമാണ്. ഈ പൊട്ടെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. കളിക്കാൻ അമ്മേ അമ്മ ഇവനെ ആ പിള്ളേരോട് ഉണ്ടാക്കണേന്ന് കൊറേ നേരം ഞാൻ നോക്കിക്കണത്. അതെ, ഒന്നാമത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പൊട്ടൻ്റെ എന്നാണ് എല്ലാരും വിളിക്കണത്. ഇവനെ ഒന്നില്ലെങ്കിൽ അകത്ത് പൂട്ടിയിട്ടോളണം, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. മോൻ എന്തിനാണ് തല്ലുപിടിക്കാനൊക്കെ പോയത് പിള്ളേരായിട്ട്? ഞാനല്ല, അമ്പാണ്. അമ്പ് പിള്ളേര് ബാത്ത് കൊടുത്തില്ല അമ്മ. അവരെന്തെങ്കിലും കാണിക്കട്ടെ. ഇനി മേലല്ല പിള്ളേരൊക്കെ പോകുമ്പോ തല്ലുപിടിക്കരുത്. അമ്പാണ്. അമ്പൂനോട് കൂടാനും മോൻ പോവണ്ട ഇനി. ഈ പനി ഉണ്ടായിരുന്നപ്പോ ചീത്ത കേട്ടില്ലേ? കൊല്ലൂല. അങ്ങനെയൊന്നും പറയല്ലേ, അമ്മടെ മോൻ നല്ല കൊച്ചല്ലേ. വാ അമ്മേ ചോറരാ. വാ മോനെ, ഇതുകൊണ്ടേ അച്ഛൻ്റെ റൂമിൽ വെക്കട്ടാ. അലമാരിക്കകത്ത് തന്നെ വെക്കണം. നിന്നോട് ആരും പറയട ഈ റൂമിൽ കയറാനായിട്ട്? അമ്മേ എന്റെ അലമാരി വെക്കാൻ വേണ്ടിട്ട്. അയ്യോ, അമ്മ പറഞ്ഞപ്പോ തന്നെ കേറാനായിട്ട് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ റൂമിൽ കയറുന്ന? അമ്മ പറഞ്ഞു നിന്നോട് ആരാ കയറാൻ പറഞ്ഞു? ഇറങ്ങണ എന്റെ റൂമിൽ ഇറങ്ങണ. അമ്മേ എന്താണ് അമ്മേ ഇവരോട് എന്റെ റൂമിൽ കയറുന്നത് പറഞ്ഞിട്ടില്ലേ? നീ എന്തിനാണ് വെറുതെ അവനെ പിടിച്ച് തല്ലണത്? എനിക്ക് ഇഷ്ടമല്ല എന്റെ റൂമിൽ കയറണത്. എത്ര പ്രാവശ്യം പറയണം ഞാൻ? അവനിപ്പോ റൂമിൽ കയറുതേ, ഞാൻ നിന്റെ ഡ്രസ്സ് അലക്കിയത് അവിടെ വെക്കാൻ പറഞ്ഞോണ്ടാണ്. അത് അമ്മക്ക് വെച്ചാ പോരെ? ഈ ഫോട്ടോ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓ, ഇത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാരും ഇതിനോട് എന്ത് തെറ്റെന്ന്? അവിടെ എല്ലാ സാധനവും നശിപ്പിക്കും. ഇനി മേലും തല്ലാൻ നിൽക്കുന്നട്ടെ. ഞാൻ ഇത് നിന്നേക്കാളൊക്കെ മൂത്തതല്ലേ, ചേട്ടനാണ്. ആ ഒരു ബഹുമാനമെങ്കിലും കൊടുക്ക്. പിന്നെ ബഹുമാനിക്കപ്പെട്ടൊരു സാധനം ചേട്ടനാണ് പോലും. എനിക്ക് ആകെ ഒരു ചേട്ടനുള്ളൂ, അതെന്റെ ദീപു ചേട്ടനാണ്. ഇതിനൊക്കെ കൊണ്ടേ കളാം, അതാ നല്ലത്. പോട്ടെ മോന്, അമ്മയില്ലേ, അമ്മക്ക് മോന് ഇഷ്ടമാണ്, അതുപോലെ ഞങ്ങൾ പോണ്ടട്ടാ. വാട്ടാ, ഇരിക്കി. അമ്മേ ദേ അവര് വന്നു. വരാൻ വഴിയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു, ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയോണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് എത്തി ഞങ്ങള്. അമ്മ ഇപ്പൊ വരുവട്ടാ. അമ്മേ അവർക്കൊണ്ട് ചായ കൊടുക്കട്ട. ചായ കുടിക്കട്ടാ. എന്റെ കാത് നല്ല കാത്, കൊറേ പേര് വന്നിട്ടില്ല. അതെ, അച്ഛനെ പെണ്ണ് കാണാൻ വന്നതാണ്. അമ്മ ഇതാണ് മനവാളൻ. എന്താണ് പേരെന്താണ്? അല്ല, ഇതാരാണ്? അത് പിന്നെ അതെ, മൂത്ത മോനാണ്.
ഇവരുടെ ചേട്ടൻ. അല്ല, ബ്രോക്കർ പറഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ ഒരു വയ്യാത്തൊരു ചേട്ടനുണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇതിപ്പോ ഒരുമാതിരി മന്ദബുദ്ധി ചെറുക്കനാണല്ലോ. പറയുകൊണ്ടൊന്നും തോന്നരുത്, നമുക്ക് ഇങ്ങനെ ഒരു സംബന്ധം കൂടാനൊട്ടും താല്പര്യമില്ല. വാടകയ്ക്ക് പോവാം. അവരോടൊന്നും പറ. അമ്മേ, ഞാൻ അമ്മേനോട് അപ്പേ പറഞ്ഞാണ് ഇവരെ പുറത്തേക്ക് വിടരുതെന്ന് ഈ നേരത്ത്. നല്ല ആലോചനയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ആ ചെറുക്കനെ കാണാൻ. എടി, ഇവനിവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ കല്യാണം നടക്കൂല, നീ നോക്കിക്കോ. നീ അവർ ഞാൻ കാര്യം പറഞ്ഞേക്കാം, ഈ പോട്ടനെ എവിടെങ്കിലും കൊണ്ടേക്കളാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ. അമ്മ അവനും പോയി, കല്യാണം ചെക്കൻ പോയി, അപ്പൊ കല്യാണം നടത്തൂലേ? അതെ, അച്ഛനെ പേര് നല്ല കല്യാണ ചെറുക്കൻ വരും, അത് കൊള്ളൂല. വേണ്ട. വേണ്ട, നമുക്ക് വേണ്ട. അപ്പി അങ്ങനൊന്നും പറയല്ലേ, അമ്മ പറഞ്ഞിട്ടില്ലേ? മോനെന്താണ് ഗൾഫില് ജോലി വേണ്ടാന്ന് വെച്ചത്? ഞാനൊരു 5 വർഷം ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്ന് സെറ്റിൽ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ കൂടി. ഇന്നത്തെ കാലത്ത് ബിസിനസ് നല്ലതാണ്. അല്ല, ഇത് മോന്റെ അനിയത്തിയാണ്? അല്ല, ചേച്ചിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുണ്ട്. എന്നെ കുഞ്ഞിത്തയിലാണ് കെട്ടിച്ചേക്കുന്നത്. ചേച്ചിയാണാ? ഞാൻ വിചാരിച്ച അനിയത്തിയാണെന്ന്. കണ്ടിട്ട് അത്ര പ്രായമൊന്നും തോന്നൂലട്ടാ. അല്ല, 3 മക്കൾ എന്നല്ലേ പറഞ്ഞത്? 2 പേരെ കണ്ടോളൂ, ബാക്കി ഒരാളവിടെ. ഒരു മോനും കൂടി ഉണ്ട്, ഇവരെക്കാൾ മൂത്തതാണ്. അവന് ഇത്തിരി സുഖമില്ല, എന്നാലും ഞാൻ വിളിക്കാവനാ. മോനെ ഉണ്ണിക്കുട്ടാ, ഇങ്ങ് വന്നേ മോൻ. ഇപ്പൊ വരോട്ടാ. ഇതാരൊക്കെയാണ് വന്നേ നോക്കി. അതെ, അച്ഛനെ പെണ്ണാണാൻ വേണ്ടി വന്നതാണ്. ഇതാണ് കല്യാണത്തേക്ക്. എന്റെ പേര് ജിതിൻ എന്നാണ്. എങ്കിൽ ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾ ആ വീട് എന്താന്ന് അറിയിക്കാം. അല്ല മക്കളെ, എന്റെ മൂത്ത മോന് സുഖമില്ലാത്തോണ്ട് നിങ്ങൾ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചോണ്ടും പോണേണാ? അയ്യോമ്മ, വേണ്ടാന്ന് വെച്ച് പോണല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട്, പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ട്, നിങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെട്ട്. ഇനി എന്തായാലും വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും ആലോചിച്ചിട്ട് ഒരു മറുപടി പറയാന്ന് വിചാരിച്ചാണ്. പിന്നെ അമ്മേ, ഉണ്ണിച്ചേട്ടനെ കണ്ടപ്പോ ഞങ്ങക്ക് ഞങ്ങളുടെ വെളിച്ചന്റെ മോനെയാണ് ഓർമ്മ വന്നത്. അവന്റെ പേര് ബാലു എന്നായിരുന്നു. ബാലുചേട്ടനെ പോലെ തന്നെയാ അവനെ ഞങ്ങൾക്ക് തോന്നിയത്. അവൻ മരിച്ചുപോയി. അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ എന്തായാലും ഈ ബന്ധം വേണ്ടെന്ന് വെക്കില്ല. അപ്പൊ അച്ഛനെ കല്യാണം കഴിച്ചോ? അച്ഛനെന്തായാലും ഞാൻ കല്യാണം കഴിച്ചോളാം. അപ്പൊ വൈമ്പഞ്ചി മിഠായി വല്ലതും വെച്ചിട്ടുണ്ടോ? ഇനി വരുമ്പോ എല്ലാം വാങ്ങിച്ചു പോരാട്ടാ. ഓക്കെ, ടാറ്റാ. അമ്മ മിഠായി വെച്ചിട്ടുണ്ടാണ്. കണ്ടടാ, അവർക്ക് ഈ കൊച്ചിനോടുള്ള സ്നേഹം കണ്ട. നിങ്ങളെങ്ങനെയാണ്? നിങ്ങളൊരു ശത്രുവിനെ കാണുന്ന പോലെയല്ലേ ഇവനെ കാണുന്നത്? ഇവനിങ്ങനെ ആയിപ്പോയതേ ഇവന്റെ തെറ്റുകൊണ്ടല്ല, ദൈവത്തിന്റെ ഓരോ വികൃതികള്. അതും പറഞ്ഞോണ്ടും നിങ്ങൾ എന്തോരോണം ഇവനെ കുറ്റപ്പെടുത്തിയത്. ഇങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്, സ്നേഹത്തോടെ നമ്മൾ ചേർത്ത് നിർത്തേണ് വേണ്ടത്. നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെ പറഞ്ഞു കൂട്ടി. ഇവനുള്ളോണ്ട് ഈ വീട്ടില് ഒരു നല്ല കാര്യം നടക്കൂല, ഇവളുടെ കല്യാണം നടക്കൂല, എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്. എന്നിട്ട് ഇപ്പൊ ഇവളുടെ കല്യാണം ശരിയായത് കണ്ട? അതൊക്കെ അതിന്റെ സമയമാകുമ്പോ എല്ലാം നടക്കും. എല്ലാ കുറ്റവും ഇവന്റെ തലയിലൊക്കെ കൂടുതലായിരുന്നു. മോമ്പാ. അതെ, ഈ അമ്മ പറഞ്ഞതുപോലെ കുറവുകളുള്ളവരെ മാറ്റി നിർത്താനല്ല, ചേർത്ത് പിടിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. രക്തബന്ധങ്ങളുടെ അളവുകോൽ ഒരിക്കലും ബുദ്ധിയോ പ്രാപ്തിയോ നോക്കിയാവരുത്. പരസ്പരം മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഒരു കുഞ്ഞു മനസ്സ് മാത്രം മതി. നമുക്ക് ചുറ്റുമുള്ളവരെ അവരുടെ കുറവുകളോടെ സ്നേഹിക്കാൻ പഠിക്കണം. കാരണം സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം. ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.